ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവാന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നമ്മൾ ഇന്ന് നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ് എല്ലാം കവർ ചെയ്യാൻ പോകുന്ന ഈ മാസത്തിൻ്റെ റീഡിങ്ങിൽ. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ കാണുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്രയും ഇൻട്രാക്ട് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുക, എത്രയും പറ്റുന്ന വെച്ചാൽ ഈ വീഡിയോസിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് അതുമാത്രമല്ല, നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ആൻഡ് ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അയച്ചു തരും. അപ്പം നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മന്ത്ലി സെപ്റ്റംബർ റീഡിംഗ് നമ്മൾക്ക് അവിടെ നോക്കാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ, വെർഗോയുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് മെസ്സേജ്? 3 of Wands ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ കറണ്ട് എനർജിയാണ് ഡെവിൾ. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി സൺ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ ചാലഞ്ച് ആണ് 2 of Swords. നിങ്ങളുടെ അഡ്വൈസ് ജസ്റ്റിസ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം, ഹിഡൻ ഫാക്ടർ എന്തായിരിക്കും? സെപ്റ്റംബർ മാസത്തിൻ്റെ ഹിഡൻ ഫാക്ടർ 4 of Cups. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? Queen of Swords. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഇത് കുറേ ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഈ മാസം നിങ്ങൾ ഒരു നോ നോൺസെൻസ് എനർജിയിലാണ്. ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ട വെച്ചാലും നിങ്ങളെല്ലാം കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് അവരുടെ കൂടെ ഡീൽ ചെയ്യണത്. ഒന്നും ഇങ്ങനെ ഒരു ഹിഡൻ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം എന്താല്ല വെച്ചാൽ നിങ്ങൾ തുറന്ന് ക്ലാരിറ്റിയുടെ കൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒന്നും ഒളിപ്പിച്ചു വെക്കില്ല. എല്ലാം ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണത്. ആൻഡ് നിങ്ങൾ കുറെ ക്ലിയർ ബൗണ്ടറീസ് ആണ് നിങ്ങളുടെ. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടാച്ചാലും നിങ്ങളത് ക്ലിയർ ആയിട്ട് കൺഫ്രണ്ട് ചെയ്യേണ്ട ആൾക്കാരെ. അപ്പോൾ ഇതൊരു നല്ലൊരു എനർജിയാണ്, പവർഫുൾ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർത്ത് അറിയാം, നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അത് നിങ്ങൾക്ക് എങ്ങനെയാ ലൈഫ് ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു പേടി ഇല്ലാണ്ടാണ് ഓപ്പൺ ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എല്ലാവരുടെയും കൂടെ ഡീൽ ചെയ്യണത്. ചില കേസസിൽ ഇതൊരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവരും അല്ല, മേ ബി ഒരു 0.1% ആരെങ്കിലും ഇങ്ങനെ ഒരു ഡിവോഴ്സി ആയിരിക്കാം, ഓർ എൽസ് മേ ബി നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ക്ലാരിഫൈ ചെയ്യാം. ഈ ക്വീൻ ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ കിങ് ഓഫ് സോഡ്സ്. അപ്പം കിങ് ഓഫ് സോഡ്സ് ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവൈൻ കപ്പിളാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇവിടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് ഇവിടെ കാണുന്നത്. ഈ സമയത്ത് നിങ്ങളും ഏതൊരു പറഞ്ഞ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ലവർ ആയിരിക്കാം. എന്തായാലും ഇവിടെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാൻ വഴിയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾ രണ്ടാളും ഒരു പേജിലല്ല. എന്തോ ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്, പക്ഷെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും അഗ്രി ചെയ്യില്ല. ആൻഡ് അതുകൊണ്ട് മേ ബി ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സിന്റെ എന്താണ് ഈ എനർജി?
ഇവിടെ ഒരു തേർഡ് പാർട്ടി കൂടി ഉണ്ട്. ഇപ്പൊ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ എനർജിയാണ്, വെർഗോ എനർജിയാണ് ഇത്. അപ്പോ മേ ബി നിങ്ങൾ ഒരു മാരിഡ് പേഴ്സന്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. എന്നുവെച്ചാൽ നിങ്ങൾ ആണ് ഈ കപ്പിളുടെ ഇടയ്ക്ക്, അപ്പൊ നിങ്ങളാണ് തേർഡ് പാർട്ടി. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പൊ ഇതൊരു കുറെ ഒരു ക്ലിയർ മെസ്സേജ് ആണ് ആർക്കോ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഇത് റെസൊനേറ്റ് ആവോ ഇല്ല അറിയില്ല. പക്ഷെ നമ്മൾക്ക് റെസ്റ്റ് ഓഫ് ദ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. 3 of Wands ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ. 3 of Wands ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പാസ്റ്റില്. മേ ബി ആർക്കോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആരുടെയോ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സിറ്റുവേഷൻ കാം ഡൗൺ ആവാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 4 of Wands നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ 3 to 4 പോണത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ മേ ബി അത് പ്ലാൻ ചെയ്ത മാതിരി വന്നില്ല, ഓറൽസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു വിഡ്രോ ചെയ്തു. നിങ്ങളും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഈ സമയത്ത് വിഡ്രോൺ ആണ്. ഇത് പാസ്റ്റ് എനർജിയാണ്, അപ്പോൾ ഓൾറെഡി ഇത് ഉണ്ടായിട്ടുണ്ട്. ഡെവിൽ ഇവിടെ കറന്റ് എനർജി. അപ്പൊ എന്തോ ഒരു ടോക്സിക് കാര്യം ഉണ്ട് നിങ്ങളുടെ കറന്റ് എനർജിയിൽ. ഈ ഡെവിൽ എന്താണ് ഇവിടെ കാപ്രിക്കോൺ എനർജിയാണ് ഡെവിൽ. ഈ വെയിറ്റിംഗ് കുറെ കൂടി പോയി, അതാണ് ഇവിടെ സ്റ്റാഗ്നൻസി ഉണ്ട്. എന്നുവെച്ചാൽ മേ ബി ഈ പേഴ്സൺ നിങ്ങളോട് കുറച്ചുകൂടിയും അവർക്ക് സമയം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓറൽസ് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു, പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒന്നും വന്നില്ല, ഓഫർ വന്നില്ല, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. നിങ്ങളും ഒന്നും ചെയ്യണില്ല, നിങ്ങളും ഒരു കുറെ കംപ്ലേസന്റ് ആയിട്ടാണ് ഇരിക്കണം, വെയിറ്റ് ചെയ്യണത്. ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും, എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ചെയ്താൽ ചിലപ്പോൾ ഈ വർക്ക്ഔട്ട് ചെയ്യില്ല ഈ സിറ്റുവേഷൻ. അത് പേടിച്ചിട്ടുമായിരിക്കും നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരു ഹാപ്പി കണ്ടന്റ് എനർജിയിലിരിക്കണത്. പക്ഷെ ഫ്യൂച്ചർ സൺ ഉണ്ട്, സൺ കാർഡാണ് ഇവിടെ, ലിയോ എനർജി. ഫ്യൂച്ചറിൽ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ആൻഡ് കുറെ ഹാപ്പിനെസ്സും അബണ്ടൻസും ഉണ്ട്. അപ്പൊ ഇതെന്താണ് ഈ ഫ്യൂച്ചർ എനർജി സൺ? ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത കാര്യം ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഇവിടെ ഒരു മാരേജ് ഉണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ആരോ നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെന്റ് തരുന്നുണ്ട്. പേജ് സോഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജി ആയിരിക്കാം, ഒരു ക്യൂരിയോസിറ്റിയുടെ എനർജി ആവാം. മേ ബി നിങ്ങളും ഈ പേഴ്സൺ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കാൻ. ഇവിടെ ഒരു പ്രോമിസ് ഉണ്ടാവും, അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ കാര്യം നിങ്ങൾക്ക് കിട്ടും എന്ന്. ഇപ്പൊ 2 of Swords ആണ് നിങ്ങളുടെ ചാലഞ്ച്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ നിങ്ങൾക്ക് അറിയില്ല എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇവിടെ ഒരു റിസ്കി എനർജിയാണ് 2 of Swords. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട് വിത്ത് ബ്ലൈൻഡ് ഫോൾസ് ഓൺ. എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാണ്ടാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പോണത്. ആൻഡ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ആ ബ്ലൈൻഡ് ഫോൾഡ് റിമൂവ് ചെയ്യാനാണ് പറയണത്. എന്നുവെച്ചാൽ എന്തോ ഒരു കാര്യം നിങ്ങൾ ശരിയായി ഡിസിഷൻ എടുക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേൾക്കാണ്ടാണ് എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പോണേ. ആൻഡ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഒരു റിസ്കി ചോയ്സ് ആണ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജി കാണാണ്ട് മേ ബി ഇവിടെ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പോണത്. ഇത് വർക്ക് ചെയ്യാൻ പൂണ്ടോ ഇല്ലേ അറിയാണ്ടാണ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പോണത്. യൂണിവേഴ്സ് നിങ്ങളോട് ജസ്റ്റിസിന്റെ എനർജിയിലേക്കാണ് അഡ്വൈസ് ചെയ്യണത്. എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം വെച്ചാൽ ഫെയർ ആൻഡ് ഈക്വൽ ആൻഡ് ബാലൻസ് ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഇവിടെ കർമ്മ കുറെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ശരിയായി റൈറ്റ്ഫുൾ ഡിസിഷൻ എടുത്താൽ കർമ്മ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ഒരു റോങ് ഡിസിഷൻ, റോങ് എന്ന് വെച്ചാൽ മോറലി റോങ് കാർമിക് ചോയ്സസ് ചെയ്യണ എനർജി, എന്തെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ, ആർക്കും ഒരു ഹേർട്ട് ചെയ്യണ മാതിരി ഒരു ഡിസിഷൻ എടുത്താൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കർമ്മ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് കുറെ ബാലൻസ് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ പറയണത്. ജസ്റ്റിസ്, സൂക്ഷിച്ച് ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഇവിടെ ആരോ ഒരു പേഴ്സൺ ശരിയായി നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നില്ല. എന്തോ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഒരു
റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ ഓണസ്റ്റ് അല്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മേ ബി, പക്ഷെ നിങ്ങൾ അതിനെ ഇഗ്നോർ ആയിരിക്കും ചെയ്യുണ്ടാവുക. ഓറൽസ് ഈ സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ ആണ് നിങ്ങളോട് എടുക്കാൻ പറയണത്. യൂണിവേഴ്സ് ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ അതൊരു ഫെയർ ആൻഡ് ബാലൻസ് ഡിസിഷൻ ആണ്. 4 ഓഫ് കപ്സ് ആണ് ഇവിടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ. എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ഡയറക്ഷനിൽ, പക്ഷെ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണമെച്ചാൽ അത് ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ ഇത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. കുറെ ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക്. മേ ബി നിങ്ങളൊരു കറന്റ് സിറ്റുവേഷന് പുറത്ത് വരാൻ നോക്കണ്ട വെച്ചാൽ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് കുറെ ചോയ്സസ് ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഔട്ട്കം നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഔട്ട്കം സെപ്റ്റംബർ മാസത്തിന്റെ ആണ് 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ എന്തോ ഒരു ബേർഡൻ നിങ്ങൾ ഫീൽ ചെയ്യേണ്ട ഈ സമയത്ത് അത് റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. സമയമായിരിക്കണു ഇപ്പോൾ ആ ബേർഡനെ റിലീസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള സമയമായിരിക്കണു. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എന്താ ഡിസിഷൻ എടുക്കണ്ടേന്ന്. പക്ഷെ ആ ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ കുറെ ഇവിടെ ഒരു പ്ലാനിങ് സ്ട്രാറ്റജൈസിങ് ഉണ്ട്. കുറെ സമയമായിരിക്കണു നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കണോ എടുക്കണ്ടേ എന്ന് പറഞ്ഞ് ഈ ക്രോസ് റോഡ്സിൽ നിൽക്കണു. പക്ഷെ ഇപ്പോൾ ആ സെപ്റ്റംബർ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. അഗൈൻ ബാലൻസ്ഡ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു ബാലൻസ് ഡിസിഷൻ, ഒരു ഹീലിംഗ് കൊണ്ടുവരണ ഡിസിഷൻ, ഒരു ഈക്വൽ ഫെയർ ആയിട്ട് ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ സാജിറ്റേറിയസ് നമ്മൾക്ക് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. Oracle message, the end of a tough cycle approaches. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സമയം ഉണ്ടായിട്ടുണ്ടെച്ചാലും ഈ അതിൻ്റെ എൻഡ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സൈക്കിളിൻ്റെ എൻഡ് വരാൻ പോകുന്നുണ്ട്. കാപ്രിക്കോൺ, ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ എന്നാണ് ഇവിടെ. ആൻഡ് വർഗോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരും. തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ടേക്ക് കെയർ.